നമ്മുടെ ഇന്നത്തെ ഓണ റെസിപ്പി ഒരു ഓലനാണ്. കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലൻ, ഇളവൻ കുമ്പളങ്ങ, നമ്മളിവിടെയൊക്കെ ഇളവൻ എന്നാണ് പറയുക. അത് വെച്ചിട്ടുള്ള ഒരു ഓലനാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് തോലെല്ലാം ചെത്തി കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തെ നാരും കുരുവെല്ലാം കളഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നേരിയതായിട്ട് പരത്തി കട്ട് ചെയ്യണം. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്തിട്ട്, ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ 1/2 കപ്പ് വൻപയർ ഞാൻ 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് വൻപയറാണ്, നമ്മളിവിടെയൊക്കെ അതിന് മമ്പയർ എന്ന് പറയും. ഇതിൽ കുറച്ച് വെള്ളവും ചേർത്ത്, കൂടുതൽ വെള്ളം ചേർക്കരുത്, ഇത് കറി ലൂസായി പോകാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് 1-2 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വെള്ളത്തിൽ കുതിർത്തുകൊണ്ട് തന്നെ 2 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, അതും നമുക്ക് വേവിച്ചെടുക്കണം. മറ്റേ അടുപ്പിൽ നമുക്ക് കുമ്പളങ്ങയും വേവിച്ചെടുക്കാം. കുമ്പളങ്ങ അടുപ്പിൽ വെച്ച് വേവിച്ചാൽ മതി. കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് പോകും. പെട്ടെന്ന് വേവുന്നതാണ് കുമ്പളങ്ങ. അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ കുമ്പളങ്ങയും മമ്പയറും രണ്ടും ഒരുമിച്ച് വേവും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. രണ്ടും വേവിച്ചെടുക്കണം. പിന്നെ നല്ല കട്ടിയായ തേങ്ങാപ്പാൽ ചേർത്തിട്ട്, താളിക്കൊന്നും വേണ്ട, വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. ഒരു തേങ്ങയുടെ കട്ടിയായിട്ടെടുത്തുള്ള പാലാണിത്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമുക്ക് പയർ വെന്തോ നോക്കാം. അത് പാകമായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങയും കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കണം. കുമ്പളങ്ങ വെന്തോന്ന് നോക്കാം. ഒന്നുകൂടെ വേവാനുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിൻ്റെ ആവിയിൽ വെന്തോളും. നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് കൂടി വെക്കാം. നമ്മുടെ വൻപയർ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറും കുമ്പളങ്ങയും കൂടി ഒരുമിച്ച് ചേർക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ തേങ്ങാപ്പാൽ മാത്രമേ ഇതിൽ ആവാൻ പാടുള്ളൂ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കണം. നമ്മുടെ ഇളവൻ കുമ്പളങ്ങയും വെന്ത് റെഡിയായിട്ടുണ്ട്. അത് നമുക്ക് പയറും കുമ്പളങ്ങയും കൂടി ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യണം. വെള്ളം തീരെ ഇല്ല, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. നമ്മുടെ കട്ടിയായിട്ടെടുത്ത തേങ്ങാപ്പാൽ ചേർക്കുന്നു. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കരുത്, ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. സൈഡിൽ നിന്നെല്ലാം തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമുക്ക്
പച്ച വെളിച്ചെണ്ണയും ചേർക്കാം. ഇത് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ സേവ് ചെയ്യണം. നമ്മുടെ ഓലൻ റെഡിയായി. ഇത് നമുക്ക് ഓണത്തിന് സൈഡായിട്ട് വിളമ്പാനുള്ളതാണ്. ഇതിന് മുകളിൽ കുറച്ച് പച്ചക്കറിവേപ്പില കൂടി ചേർക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.